ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തണമെന്ന്. അപ്പോൾ അത് ഇന്നാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏനാത്തുനിന്ന് ഇങ്ങനെ വള്ളിക്കാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വരെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ ഫാമിലിയെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ഗെറ്റ് ടുഗദർ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ ചേച്ചിയാണ് കേട്ടോ ആ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു അഡാർ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ അമ്മച്ചിയാണ് കേട്ടോ. അപ്പം അമ്മച്ചിയുണ്ട്, പിന്നെ നമ്മുടെ അമ്മച്ചിയുടെ മൂത്ത മോടെ വീട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഗ്രേസി ആൻറ്റിയൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. നമ്മുടെ ഏബൽ മോനുണ്ട്, അമ്മച്ചിയുടെ രണ്ടാമത്തെ മോളുടെ മോനാണ് ഏബൽ. നമ്മളെല്ലാം റിലേറ്റീവ്സ് ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ രാവിലെ അമ്മച്ചി ഏബലിനെ ഉപദേശിക്കുകയാണ്, അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ വന്ന് കയറിയ ഉടനെ നല്ല അസൽ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴിച്ചു. അതിനുശേഷം ഇനിയിപ്പം നമ്മൾ ചിക്കൻ ബീഫ് പരിപാടികളിലൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരുമിച്ച് എല്ലാവരും കൂടെ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഇപ്പം നേരത്തെ കണ്ടത് പച്ച ചുരിദാറിട്ട ആളാണ് കേട്ടോ, എൻ്റെ മൂത്ത ചേച്ചി, അതായത് ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗ്രേസി ആൻറ്റിയുടെ മോനും മോളുമാണ് നമ്മളിപ്പം കണ്ടത്. ഇതാണ് എൻ്റെ മൂത്ത നാത്തൂൻ്റെ ഹസ്ബൻഡും മോളും, പിന്നെ ജോഷുവും ജുവലും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വഴിയെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുക. അപ്പോൾ അവർ ഇങ്ങനെ എന്തൊക്കെയോ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കനും ബീഫിനും വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, സവാള അങ്ങനത്തെ പരിപാടികളൊക്കെ ആവും. നമ്മുടെ സ്നേഹമോൾ ഇവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അരി വേവിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഫ്രൈഡ് റൈസ് പോലൊക്കെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരി വേവിക്കാൻ പുറത്ത് കൊണ്ടുപോയിട്ട്, അപ്പോൾ ഹസ്ബൻഡ് കല്ലൊക്കെ എടുത്ത് സെറ്റാക്കുകയാണ്. എവിടെ വെക്കണം എന്നുള്ള ആലോചനയിലാണ് കേട്ടോ ഞങ്ങൾ. നമുക്ക് കളിക്കാമേ, നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാലോ? എങ്ങനെയുണ്ട് ആ ഐഡിയ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ഐഡിയ അല്ലയോ? അത്ര ഇഷ്ടമായി മമ്മി നിൽക്കാമെങ്കിൽ ഞാൻ നിൽക്കാം. അപ്പോൾ അവരവിടെ അടുപ്പ് കൂട്ടുന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു ആൻറ്റി കുറേ ചെടികളൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. കുറേ ചെടികളുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ. പിന്നെ മറ്റേ മണി പ്ലാന്റ് പോലത്തുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് മറ്റേ കിളിയില്ല, എന്തോന്ന് അതിൻ്റെ പേര്, കിളിയുടെ പേര്, ഇങ്ങനത്തെ ഒരു കൂട് ഉണ്ടാക്കുന്ന കിളിയുണ്ടല്ലോ, പേര് മറന്നു. അതിൻ്റെ ഒത്തിരി കൂടുകൾ അവർക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കേട്ടോ. അപ്പോൾ അത് കിളി കുറേ കഴിയുമ്പോൾ അങ്ങ് പറന്നു പോകുമല്ലോ അതിൻ്റെ യൂസൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ആൻറ്റി കൊണ്ട് തൂക്കിയിടുന്ന കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ആൻറ്റി ആ വേലിയിൽ ഫുള്ളിങ്ങനെ ഓരോ ചെടികളും അതുപോലെ തന്നെ പോട്ടിലും എല്ലാം ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ജോലി നണ്ടോ, ജോലിനൊരു സാധനം കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് ജോലി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹായ് പറയോ? എടി കുഞ്ഞി അങ്ങനല്ലടി, പതുക്കെ ചെയ്യണോ അടി. വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് ഇങ്ങനെ പതുക്കെ പതുക്കെ തിരിക്കണം. ഇങ്ങനെ പിടിച്ചപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും. പതുക്കെ തിരിച്ച് ഇവിടെ ആവണം. അവിടുന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മച്ചി എന്തോ റെസിപ്പി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അച്ചാച്ചന്. പിന്നെ ഇത് കഞ്ഞി വെക്കും, മാസ് എൻട്രി ഇരുട്ടൂടൊക്കെ. അപ്പോഴത്തേക്കും പിന്നെ സ്നേഹം അമ്മച്ചിയും കൂടെ ബാക്ക് സൈഡിലോട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ അകത്തോട്ട് കയറി അവിടുത്തെ പരിപാടികൾ എന്തോന്നില്ല. അപ്പം നമ്മളിവിടെ ബീഫ് വെക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ പ്രധാനപ്പെട്ട ഷെഫ്, നമ്മുടെ ആൻറ്റിയുടെ മോൻ റോജൻ എന്നാണ് കേട്ടോ പേര്. അവരാങ്ങളെയും പെങ്ങളും കൂടാണ് ഇവിടെ ബീഫിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പുറത്തിറങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറിൻ്റെ പരുവൊക്കെ നോക്കുന്നത് നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. പുള്ളി നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. എല്ലാവരും ഒരുവിധം നമ്മുടെ ഫാമിലിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർ കേട്ടോ. അപ്പോൾ ചോറൊക്കെ അങ്ങനെ ഊറ്റിയവർ. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റീന ചേച്ചി വരട്ടി ഒരു പരുവമാക്കി നല്ല സൂപ്പർ ടേസ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഈ കുക്കിങ്ങും സംസാരമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത്. നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാൻ, ആ ഫുഡ് കഴിക്കുന്നു പിരിയുന്നു, പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ എന്തായാലും ബീഫൊക്കെ റെഡിയായി. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് പുറത്തെ അടുപ്പിൽ ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഷീജാൻ്റെയാണ്, ഏബലിൻ്റെ മമ്മിയാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത്. അതായത് നമ്മുടെ അമ്മച്ചിയുടെ രണ്ടാമത്തെ മോളാണ് ഏബലിൻ്റെ മമ്മി കേട്ടോ. റിലേഷനൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റല്ല, നമ്മൾ റീന ചേച്ചിയുടെ 2 മക്കളാണിത്. പിന്നെ ഏബല്, റോജൻ,
പിന്നെ റീന ചേച്ചിയുടെ ഒരു നാത്തൂൻ്റെ മോളാട്ടോ അവിടെ ഇരുന്ന്. അങ്ങനെ എല്ലാവരും റിലേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ആട്ടോ, കസിൻസും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ സുനുവാൻ്റെ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. നമ്മുടെ ഷിനോടെ മമ്മി, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അവരുടെയൊക്കെ കാര്യം. പിന്നെ റീന ചേച്ചിയാണ് പപ്പടമൊക്കെ പൊള്ളിക്കാണ്, സ്നേഹ അവിടെ ഇരുന്ന് താളം അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നല്ല രസമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് തുണ്ടും തള്ളും തള്ളോട് തള്ളൊക്കെ നടത്തി കുക്കിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പിള്ളേർ സെറ്റെല്ലാം കൂടെ റോജനും അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്, സുനുവാൻ്റെയും കൂടിയിട്ടുണ്ട്, കെസിയ ഉണ്ട്. കെസിയ എൻ്റെ നാത്തൂൻ്റെ മോളാണ് കേട്ടോ, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ. അപ്പം കെസിയ എല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടെ ഊനോ കളിച്ചോണ്ടിരിക്കുകയാണ്. ഊനോയാണോ യൂനോ ആണോ ആ സാധനം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവരുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് കാടുകളെ ഇട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിളച്ച് പറ്റിയൊക്കെ വരുവാണ്, കുറച്ചുകൂടെയൊക്കെ വേവാനുണ്ട്. അപ്പോൾ ഹസ്ബൻഡും അവിടെ വന്നിരുന്ന് ഷീജാൻ്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേസിയാൻ്റെ ആൾ ഭയങ്കര കോൺഷ്യസ് ആട്ടെ. ഈ പുറത്തൊക്കെ വെച്ച് ഫുഡ് വെക്കുമ്പോൾ അയ്യോ എന്തെങ്കിലും വീഴുമോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അയ്യോ അതിനകത്ത് പാറ്റ വീണ് പല്ലി വീണതൊക്കെ പറഞ്ഞ് ആൻറ്റി കളിയാക്കണം കേട്ടോ. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ, ആൻറ്റി ഭയങ്കര രസമാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവരുടെ ഒരു പുറത്തോട്ടൊക്കെ പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളത്തിൽ മീനൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ മറ്റേ നമ്മുടെ എന്താ പറയുന്നത്, ഒരുപാട് അങ്ങനെ ഓമയ്ക്ക അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, കുറേ തെങ്ങുണ്ട്, കുറേ മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈ പറമ്പിൽ. പിന്നെ മീനിനിടുന്ന പുളി അറിയാമല്ലോ, വടക്കം പുളി, ആ ടൈപ്പ് പുളി ഉണ്ടല്ലോ, അതാണിത് കേട്ടോ. ഇത് കുറേ ഇവിടെ നിപ്പുണ്ട്. ഇതാണ് നമ്മൾ പഴുത്ത് കഴിയുമ്പോൾ വെയിലത്തിട്ട് ഉണക്കി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പൂച്ച നിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും പൂച്ചയും കൂടെ കുറേ നേരം മ്യാവ് കളിച്ചു. അപ്പോൾ ഏകദേശം ഫുഡൊക്കെ ആയപ്പോൾ എല്ലാവരും ഇനി അങ്ങ് ചോറൊക്കെ ഒന്ന് പല പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സെറ്റാക്കുക കേട്ടോ. ചോറൊന്ന് ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് വെന്ത് പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഫൈനലി നമ്മുടെ റീന ചേച്ചി ഇവിടെ സാലഡ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ ഗെറ്റ് ടുഗദറിൻ്റെ തലേ ദിവസം നമ്മുടെ ആൻറ്റിയുടെ, ഗ്രേസി ആൻറ്റിയുടെ, നമ്മുടെ എന്താ പറഞ്ഞ ഹീറോയിനാണ്, ആളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ആൻറ്റി ഒരു ചില്ലാണ് കേട്ടോ. അപ്പം ആൻറ്റിയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, നമുക്ക് സ്റ്റാറ്റസൊക്കെ ഇടാനും ഒക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യത്തിന് വേണ്ടി. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ആ തോട് ജസ്റ്റ് ഒന്ന് കാണിച്ചുള്ളൂ കേട്ടോ. പണ്ടിവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. ജന്മദിനം ആശംസിക്കുന്നു. എല്ലാരും ചെല്ല്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജെൻസിനെ എല്ലാവരെയും കൂടെ ഇരുത്തിയിട്ട് പിന്നെ പിള്ളേർക്കും കൂടെ കൊടുത്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിക്ക് ഞാനാണ് കേട്ടോ വാരി കൊടുത്തത്.
പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം ആൻറ്റി ഇങ്ങനെ മോനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ആൻറ്റിയുടെ കൊച്ചുമോനാണ് കേട്ടോ ഇത്, നമ്മുടെ വീണ ചേച്ചിയുടെ മൂത്ത മോൻ. അപ്പം ആൻറ്റി ആണെങ്കിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം. ഓരോരുത്തരും ആരാ ഇവരെ അറിയാമോ എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ആരാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് ഇത് ആരാ എൻ്റെ എന്തോ റിലേഷൻ ഒന്നും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആൻറ്റി പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ച് അന്താക്ഷരി കളിക്കണം. അപ്പം ഞങ്ങൾ അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണോ? നീ ഇല്ല, ഞാൻ മേളിൽ ലോക്കിട്ടൊക്കെ കടന്നെടുത്ത് പാൽക്കുടം നിറച്ചു വെച്ച് പാലാഴി തിങ്കളായി വന്ന രാജ പാട്ടും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും ഇനി പിരിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് എല്ലാവർക്കും കൂടെ കൂടാൻ പറ്റിയെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനത്തെ ദിവസം കിട്ടി. ഭയങ്കര സന്തോഷമുള്ള സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ആദ്യം ചേച്ചിയും ഫാമിലി ആയിട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അവരങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ചെരുപ്പ് വെളിയിടുക. പിന്നെ അവരങ്ങോട്ട് ഇറങ്ങിയതിൻ്റെ പുറകെ ഞങ്ങളും കുളിച്ച് റെഡിയായി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ചു പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു കിളിക്കൂട് കാണിച്ചില്ലേ നിങ്ങളെ. അപ്പം റോജനാണെങ്കിൽ ജുവലിന് കിളിക്കൂട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവളതെടുത്ത് വാങ്ങിച്ചു വെക്കുകയാണ്. അവൾക്ക് വീട്ടിൽ പോയി കിളിയെ വളർത്താനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഡിക്കിയിൽ വെച്ച് ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോഴത്തേക്ക് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നു കേട്ടോ. അങ്ങനെ ഞാനും ജോഷിയും കൂടെ പതുക്കെ ആ വരമ്പത്തോട് ഇങ്ങനെ നടന്നു പോയി. അച്ഛൻ ഓൾറെഡി കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് കയറിപ്പോയി. അപ്പം പക്ഷെ ആ തോട്ടിലിറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഒഴുക്കില്ലാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചീത്ത വെള്ളമായിട്ടോ, അതുകൊണ്ട് ഞങ്ങൾ തോട്ടിലൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര രസമുള്ളൊരു ദിവസമായിരുന്നു. നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ദിവസം. അപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ റോജിൻ നമ്മളെ യാത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോജിന് ബൈയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയി. അപ്പം ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.